നാട് മുഴുവൻ ചുറ്റിയിട്ട് ഈ മക്കൾക്ക് അറിയാം ഞാൻ എത്ര ലക്ഷം ഉറുപ്പ്യ കടം വീട്ടിൽ കടക്കാര് മുത്തൂറ്റ് ഫൈനാൻസ് എന്തൊക്കെ ഫൈനാൻസ് എടുത്തോട് എന്റെ ജീവിതം ഇങ്ങനെ തൊലച്ചില്ല റബ്ബേ. എനിക്കിതിനൊരു തീരുമാനം കാട്ടി എൻ്റെ മോൻ്റെ ഭാവി എനിക്കിതൊരു തീരുമാനം വേണം. എനിക്ക് ഇവരെ എടുത്ത് തരണം മാർക്ക് ലിസ്റ്റ്, അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. എൻ്റെ മക്കളുടെ മാർക്ക് ലിസ്റ്റ് എനിക്ക് കിട്ടണം, അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. എൻ്റെ കുട്ടീൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ല, എനിക്കിതിലൊരു തീരുമാനം എന്താ അടിച്ചോളെ. എൻ്റെ കുട്ടീൻ്റെ മാർക്ക് ലിസ്റ്റ്, എൻ്റെ ചാച്ചുവിൻ്റെ മാർക്ക് D+, ഫുള്ള് D+, LSS പഠിച്ച് എങ്ങനെയൊക്കെ പഠിപ്പിച്ച് എൻ്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി. എൻ്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി. എനിക്ക് ജീവിക്കണ്ട ഇനി, എൻ്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി. എനിക്ക് ഇവര് ഞാനിനി എങ്ങനെ പ്രൈവറ്റ് ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തു? ഇവന് D+, ഫുള്ള് 7, 8, 9, 8, 9, 10 ഇവിടെ 3 കൊല്ലം പഠിപ്പിച്ച് എൻ്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി. ഞാൻ എന്ത് ചെയ്യാ? അടച്ചോനെ, എനിക്കുള്ള തീരുമാനം എന്താ? പൈസ ഉള്ളവരുടെ കൂടെ മാത്രമാണ് എൻ്റെ കുട്ടീൻ്റെ TC വാങ്ങാൻ 2 കൊല്ലം ഇവരെനിക്ക് മാർക്ക് ലിസ്റ്റ് കാണിച്ചിട്ടില്ല. 2 കൊല്ലം എൻ്റെ മാർക്ക് ലിസ്റ്റ് കാണിക്കാം. എൻ്റെ കുട്ടീൻ്റെ എങ്ങനെ ഒരാളിനാണെങ്കിൽ ഞാൻ പ്രൈവറ്റില് 5 പ്രൈവറ്റിൽ എങ്ങനെ ഞാൻ പഠിപ്പിക്കും? എങ്ങനെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ തന്നെ ഇരിക്കും. കിട്ടും നാളെ വരയ്ക്കും ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇവിടുന്ന് പോവാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ തന്നെയാണോ ഇരുന്നത്? ഇല്ലേ, 2 കൊല്ലം ഇവിടെ തന്നെയല്ലോ ഇരുന്നത് സാറേ. എന്താ? വേണ്ട, ഞങ്ങൾ ഇരുന്നോളാം, കുഴപ്പമില്ല. നിങ്ങൾ വേണ്ട, നിങ്ങൾ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വരുമ്പോഴും ഞങ്ങളെ ഗേറ്റ് ഇട്ട് പൂട്ടാനും ഇവർ തല്ലാനും വന്നാ ഇവിടുന്ന് ഓടിയും കൊണ്ട് വരികയായിരുന്നു. എന്നെ തല്ലാനും ഷമീർ പറഞ്ഞാൽ എന്നെ ഓടിയും കൊണ്ട് വന്ന് ഇത്രയും പാരൻസിന്റെ മുന്നിൽ പൊലാടിച്ചിന്ന് വരെ എന്നെ വിളിച്ച എൻ്റെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടവന്മാരോട് നിരങ്ങുകയാണ്. എന്നിട്ട് പൈസ ഉണ്ടാക്കാൻ എൻ്റെ മക്കളെ നോക്കുകയാണെന്ന് പറഞ്ഞുണ്ടാക്കി. എനിക്കിതിനൊരു തീരുമാനം കിട്ടണം. എൻ്റെ മക്കളുടെ ഭാവി റബ്ബേ, ഇവര് കഴിഞ്ഞ 9-ാം തീയതി 9 മണി വരെ എന്നെ കുട്ടികളെ സ്റ്റേഷനിൽ നിർത്തിച്ചു. എന്നിട്ട് ഇവര് 9 മണിക്ക് ഇവര് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഇവര് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇവര് തന്നില്ല? എന്തുകൊണ്ട് ഇവര് തരുന്നില്ല? TC ചോദിച്ചപ്പോ എൻ്റെ അടുത്ത് എൻ്റെ മോൻ്റെ മാർക്കാണ് ഫുള്ള് A+ ഉണ്ടായ മോൻ 6-ാം ക്ലാസ് വരയ്ക്കും. LSSന് ഞാൻ ഇന്നലെയും കൂടി സ്റ്റാറ്റസ് ഇട്ടാണ് എൻ്റെ കുട്ടീൻ്റെ ട്രോഫി കിട്ടിയിട്ടും അവന് പേപ്പറിൽ വന്നു. ഞാൻ 1 തൊട്ട് 10 വരെ ഫുൾ മാർക്ക് മേടിച്ച് ജയിച്ച ഒരാളാണ് ഞാൻ. തോൽക്കാണ്ട് പഠിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ കുട്ടികൾക്ക് അതേപോലെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. അവരുടെ ഉപ്പായി അവരിനെ വിട്ടിട്ട് പോയി. എനിക്ക് എൻ്റെ മക്കളാണ് എൻ്റെ ജീവിതം. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു. എനിക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് നിന്ന് ഇവരൊരു തീരുമാനം തരാണ്. ഞാനിവിടെ മരിക്കല്ലാണ്ട് ഇതിനുള്ളെന്ന് ഞാൻ ഇറങ്ങില്ല. എനിക്ക് ഈ നെല്ലിപ്പുഴ DHSS സ്കൂൾ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് ഇത് ഷെരീഫാജിന് മാനേജ്മെൻറ്റ് എനിക്ക് ഇവിടുത്തെ A to Z കാര്യങ്ങൾ അറിയില്ല. എൻ്റെ നാട് ഇവിടെ അല്ല. ഞാൻ ബദ്രിപാലം നിൽക്കാനൂടെ വന്നതാണ്. എനിക്ക് എൻ്റെ കുട്ടീൻ്റെ മാർക്ക് എൻ്റെ കുട്ടീനെ നീ മിണ്ടാണ്ട ജിബോ, പോയിക്കോ എൻ്റെ അടുത്തുനിന്ന് പൊയ്ക്കോ, പോടാ ഓ. കണ്ട പെണ്ണ് സാറ് നിങ്ങൾ കേൾക്കണം, പെണ്ണുങ്ങളില്ല എത്തിങ്ങാനും പെണ്ണുങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ചാറ്റ് എൻ്റെ അടുത്തുണ്ട്. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. 2 പേര് കഴിഞ്ഞ വല്ല പെണ്ണുങ്ങൾ ഞാൻ ചാറ്റിന് അയച്ചത് സാറിന് ഉണ്ടോ ഇല്ലേ എന്നെ മക്കള് ഇവർക്കറിയാം ഞാൻ എത്ര കഷ്ടപ്പെട്ടവര് വളർത്തുന്നത്. എൻ്റെ മക്കളെ എൻ്റെ
മക്കളുടെ ഭാവി എനിക്ക് കിട്ടണം. എൻ്റെ മോന് 6ാം ക്ലാസ് വരെ ഫുൾ A+. 3 കൊല്ലാണ് ഇവിടെ പഠിച്ചിരിക്കുന്നത്. ഈ 3 കൊല്ലം ഇവൻ്റെ മാർക്ക് എത്തിങ്ങാണിത്. പെണ്ണുങ്ങളും വാട്സപ്പിൽ മെസ്സേജ്, ചാറ്റിങ്, ലവ്, ഇവർക്ക് ഇതൊക്കെയാണ് ഇവിടെ. ഇതാണ് ഇവിടെ നടക്കുന്നത്. സെക്ഷൽ ഹരാസ്മെന്റ്. ഈ ഉബൈദുള്ള പറയുന്ന ഈ ഒരു പ്രിൻസിപ്പാൾ സെക്ഷലായിട്ട് എൻ്റെ മക്കളെ ഹരാസ്മെന്റ് ചെയ്യുക. 12 മണിക്ക് ശേഷം റൂമിൽ വിളിച്ചെടുത്തി വേറുള്ള കാര്യങ്ങൾ ചെയ്യുക. അവൻ ഇവിടെ നിലമ്പൂരുള്ളതാണ് ഉബൈദുള്ള. 30 വർഷം അവൻ്റെ സ്ഥാപനത്തിൽ നിന്നിട്ട് വന്നാണ്. 2 പെൺകുട്ടികളുടെ ഉപ്പയാണ്. പേരക്കുട്ടികൾ 70 വയസ്സായവനാണ് സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്യുന്ന കുട്ടികളെ. അതുപോലെ തന്നെ എൻ്റെ കുട്ടികളെ തല്ല, ട്രൗസർ അയച്ചിട്ട് തല്ല, വേറുള്ളത് ചെയ്യുക. മറ്റു മക്കളുടെ മുന്നിൽ മാനം കെടുത്ത എന്തിനിങ്ങനെ ചെയ്യണം? എനിക്ക് പഠിപ്പിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് എല്ലാം ഇവിടെ കൊടുന്നു വിട്ട്. ഇവിടെ കുട്ടികൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മക്കളെ ഇവിടെ സേഫ്റ്റി ആയിട്ട് കൊടുന്നതാണ്. എൻ്റെ അടുത്ത് റിസ്വാന ടീച്ചറിൻ്റെ ഹസ്ബൻഡും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞെന്നാണ് ഞാൻ ഈ സ്ഥാപനത്തിന് കൊടുന്നു വിട്ടത്. എൻ്റെ മക്കളുടെ ഭാവി ഞാൻ അടിച്ചു കൊടുത്തപ്പോൾ മണ്ണാർക്കാട് ഏറ്റവും നല്ല സ്കൂളാണ് ഇത്ര ഇതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊടുന്നു വിട്ടത്. പക്ഷെ എന്തിനിങ്ങനെ ചെയ്യണം? എൻ്റെ കുട്ടികൾക്കുള്ള മാർക്ക് ഇവൻ എത്ര നിങ്ങൾക്ക് അറിയണാണ്. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇവൻ്റെ ട്രോഫി ഞാൻ അവിടെ വൃത്തിയാക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് സ്റ്റോർ വെച്ച് LSS 2ാം സ്ഥാനം കിട്ടിയിട്ടുണ്ടായി. പേപ്പറിലടക്കം വന്നിട്ടുണ്ട്. എൻ്റെ കുട്ടീൻ്റെ ഭാവി 3 കൊല്ലം എൻ്റെ കുട്ടീൻ്റെ ഭാവി ഞാനിത് അറിയണ്ടല്ലോ റബ്ബേ. ഇവിടെ പഠിക്കണില്ല, ഇവിടെ പഠിപ്പിക്കണില്ല, പഠിക്കാൻ സമ്മതിക്കണില്ല. അത് എനിക്കറിയില്ലല്ലോ. എനിക്ക് ഇതിന് നിയമപരമായിട്ടുള്ള അല്ലാണ്ട് എനിക്ക് നിയമപരമായിട്ട് കിട്ടണില്ല. നിങ്ങളെ സോഷ്യൽ മീഡിയ നിൽക്കുന്ന ആൾക്കാർ എനിക്ക് ഇതിനുള്ളൊരു എൻ്റെ നാടല്ല ഇത്. എൻ്റെ ഇക്ക കൊടുത്തിട്ടുള്ള പരിചയം മാത്രമാണ് എനിക്കിവിടെ ഉള്ളൂ. എൻ്റെ നാടല്ല. എനിക്ക് ഇവിടുത്തെ ആൾക്കാരനെ അറിയില്ല, വേറുള്ള ഈ സ്റ്റേഷനിൽ ഒരാളിനെ അറിയില്ല. എൻ്റെ ഇക്ക മരിച്ചതിന് ശേഷമാണ് ഞാൻ ആ സ്റ്റേഷനിലേക്ക് കയറുന്നത്. എനിക്കിതിനുള്ള തീരുമാനം നിങ്ങൾ തന്നെ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ മക്കൾക്ക് ഇതിനുള്ള തീരുമാനം നിങ്ങൾ തന്നെ പറ്റും, നിയമപരമായിട്ട്. എനിക്ക് അതുപോലെ തന്നെ ഇവിടുത്തെ ഉസ്താദുമാർ എങ്ങനെ മോശമായിട്ടാണ് സംസാരിക്കണത് അറിയാം നമ്മളുടെ അടുത്ത്. എന്ത് ഭർത്താവില്ല പറഞ്ഞാൽ ഇത്ര മോശം ക്യാരക്ടറായിട്ടാണ് ഞാൻ നടക്കുന്നത്. എൻ്റെ മക്കൾക്ക് വേണ്ടി പൈസ ഉണ്ട്. ഇവർ തരുമോ എനിക്ക് 5 മക്കളുടെ നോക്കാൻ പൈസ? ഈ പറയുന്ന ആൾക്കാരാണോ എനിക്ക് തന്നത്? ഈ 2 വർഷത്തിൽ ആഴ്ചയിൽ ഉമ്മാന്ന് വിളിക്കുമ്പോഴേക്കും ഞാനിവിടെ എത്തലുണ്ട്. എൻ്റെ കുട്ടികളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കലുണ്ട്. എന്നിട്ട് എൻ്റെ കുട്ടികൾക്ക് എങ്ങനെ ഞാൻ എൻ്റെ കുട്ടികളെ കാണുന്നുണ്ടോ? എങ്ങനെ ഞാനിവരെ പഠിപ്പിക്കും? ഇതാണ് സ്ഥാപനം. നിങ്ങളെല്ലാവരും കണ്ടോളി. DHSS പത്തിരിപ്പ മണ്ണാർക്കാട് സ്കൂൾ. എല്ലാവരും സാറുമാരും ഒക്കെ ഉണ്ട്. എന്ത് നിയമം? അവർ ഫുള്ള് ചർച്ച നടന്നുകൊണ്ടിരിക്കണം. ഫുള്ള് ചർച്ച. ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഇതേപോലെ ഇവർ ഫുള്ള് ചർച്ചതാ. ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്നെ തല്ലാൻ വന്ന ആൾക്കാരാണ്. ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്നെ തല്ലാൻ വന്നവരാണ്. ഇവിടുത്തെ ഷമീർ പറയുന്ന അവന് ഇവന് അതാ നിൽക്കണ